90+ വനിതകൾക്കായി മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. പൂതം ബാലാമണിയുടെ മുന്നിൽ ആടിന്റെ രൂപത്തിൽ വരുമെന്ന് വേതാളം പറയുന്നു. എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോകാൻ പൂതത്തിനോട് കുമ്പിടിയും അരുന്ധതിയും ആവശ്യപ്പെടുന്നു. ആ വിഗ്രഹം അവരുടെ കയ്യിൽ ചെന്ന് പെടരുത്. കൃഷ്ണവിഗ്രഹം ബാലാമണിക്ക് തിരിച്ചു കൊടുക്കാൻ വേതാളം പൂതത്തോട് പറയുന്നു. സന്യാസിയുടെ വേഷത്തിൽ ബാലാമണിയുടെ വീട്ടിലെത്തുന്ന പൂതം വിഗ്രഹം തിരിച്ചു കിട്ടാൻ പ്രയാസമാണെന്ന് അറിയിക്കുന്നു. തന്നെ പിടിക്കാൻ ആർക്കും കഴിയില്ലെന്ന് പൂതം പറയുന്നു. അനുഭവിച്ചോ, എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പൂതം നാടുവിട്ട് കാണുമെന്നുള്ള സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നു. തന്റെ വീട്ടിൽ നിന്നും ആടുകൾ മോഷണം പോകുന്നത് തടയാനുള്ള സഹായം തേടി ഒരു സ്ത്രീ ബാലയെ കാണാനെത്തുന്നു. തുടർന്ന് കാണുക. നീ വിചാരിച്ച കള്ളനെ എങ്ങനെ പിടിക്കുന്ന? ബാലാമണി വിചാരിക്കും, കിഷൻ ചെയ്യും. അതാണല്ലോ പതിവ്, അല്ലേ മോളെ? ഒന്ന് ഞാൻ പറയാം, പാവം സ്ത്രീയാ. അവരെ ദ്രോഹിക്കുന്ന ആ കള്ളനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ആഗ്രഹമില്ലഞ്ഞിട്ടാണോ കേശവേട്ട? നടക്കണ്ടേ? ആ സ്ത്രീ പറഞ്ഞത് വാരസേരമ്മയോടല്ലേ? നാട്ടുകാര് മുഴുവൻ കാവല് നിന്നിട്ടും പിടിക്കാൻ പറ്റിയില്ലാന്ന്. അതുമാത്രമല്ല, കാവല് നിന്ന അന്നും മോഷണം നടന്നൂത്രേ. ഇനി അത് കള്ളൻ തന്നെ ആയിരിക്കോ? അത് വെറും കള്ളനല്ല, പൂതമാ. പൂതം പൂതം എന്ന വിളിപ്പേരുള്ള മഹാകള്ളൻ, കോയമ്പത്തൂർ പൂതം. നിനക്കെങ്ങനെ അറിയാം? അന്ന് ഞാൻ മൂലം ശാപമോക്ഷം കിട്ടിയ വേതാളം പറഞ്ഞിരുന്നു, പൂതം ആടിന്റെ രൂപത്തിൽ വരുമെന്ന്. ഇതത് തന്നെയാ പൂതത്തിന്റെ വരവ്. അതുകൊള്ളാം, അവന്റെ കയ്യിലല്ലേ വിഗ്രഹം ഇരിക്കുന്നത്? അതെ, അത് തിരിച്ച് നമ്മുടെ കയ്യിൽ വരാൻ ഭഗവാനായിട്ടുണ്ടാക്കിയ വരവാ ഈ ആടുമോഷണം. പക്ഷെ മോളെ, നീ ഒറ്റയ്ക്കെങ്ങനെയാ? നീ ഒരാള് വിചാരിച്ച ആ പൂതത്തെ പിടിക്കാൻ പറ്റുമോ? അതിഭയങ്കരനായ ഒരു കള്ളനാത്. ഇവിടെ വന്ന് നമ്മളെല്ലാരും പറ്റിച്ച് കിണ്ടിയും കൊണ്ട് പോയ ആളാ. പിടിക്കുമ്പോ നമ്മുടെ കിണ്ടി എടുക്കാം. തമാശ പറയാനുള്ള സമയമല്ല ഇത്. ഓരോ നേറ്റെടുത്ത് ചാടുമ്പോ ശരിക്കും ആലോചിക്കണം. പൂതമാണ് ആ കള്ളനെങ്കിൽ പൂതത്തെ അത്രയ്ക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുമെന്ന് ഞാനും കരുതുന്നില്ല. ബുദ്ധിയുള്ള കള്ളനാ ഭൂതം, തന്ത്രം അറിയാം, പ്രയാസ പിടിക്കാൻ. പക്ഷേ എന്ന് വെച്ച് പിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ വിഗ്രഹം വേണ്ടേ? അത് അയാളുടെ കയ്യിലുണ്ടെന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. അത് അയാൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? അതിന് സാധ്യതയുണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരം പറയേണ്ടത് ഭൂതമല്ലേ? വിഗ്രഹം എന്തു ചെയ്തു? നശിപ്പിച്ചോ അതോ ഉണ്ടോ? എല്ലാത്തിനും മറുപടി കിട്ടണമെങ്കിൽ ഭൂതത്തെ കിട്ടണം. ഭൂതത്തെ കിട്ടാനുള്ള വഴി അന്വേഷിച്ച് നടന്ന നമ്മുടെ മുന്നിലേക്കല്ലേ ആടിന്റെ രൂപത്തിൽ ഭൂതം കയറി വരുന്നത്. ഈ അവസരം ഞാൻ ഉപയോഗിക്കും, ഭൂതത്തെ പിടിക്കും. അമ്മ എന്നെ വിലക്കാതിരുന്നാ മതി. ഭൂതത്തെ പിടിക്കണമെന്നും വിഗ്രഹം തിരിച്ചു കിട്ടണമെന്നും ഒക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി നീ ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. ഞാനൊരു ഭക്ത മാത്രമല്ല, നിന്റെ അമ്മയും കൂടിയാ. ഒരമ്മയ്ക്ക് സ്വന്തം മകളെ ഇതുപോലുള്ള സാഹസങ്ങൾക്ക് ഇറക്കി വിടാൻ പറ്റില്ല. അല്ലെങ്കിൽ കേശവേട്ടൻ പറയട്ടെ. അത് ശരിയാ, പറ്റില്ല. ജാനകിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും വേണ്ടെന്നേ പറയൂ. പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിൽ വിഗ്രഹം തിരിച്ചു കിട്ടാൻ വേറെ വഴികളൊന്നും ഇല്ലല്ലോ മോളെ. ആടിന്റെ രൂപത്തിൽ പൂതം വരുമെന്ന് വേതാളം അരുളപ്പാട് നടത്തിയിട്ടുണ്ട്. ബാലെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇവക്കൊന്നും പറ്റരുത്, എനിക്ക് അത്രേ ഉള്ളൂ. ഇല്ലമ്മേ, ഞാൻ തനിച്ചല്ലോ, അമ്മാവനും ഇല്ലേ? ഞാനുണ്ട്, ധൈര്യമായിട്ടിരിക്കേ. അവനെ പൂട്ടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. പേടിക്കണ്ട, ഞങ്ങളാ. ഞാൻ കേശവൻ നായർ. ഈ നേരത്തെ എന്താണാവോ? ഇന്ന് രാത്രി ഞങ്ങളും ഇവിടെ ഉണ്ടാവും. രാത്രിയാണല്ലോ ഭൂതത്തിന്റെ വരവ്. ഇന്ന് രാത്രി അയാളെ ഞങ്ങൾ പിടിക്കും. അത് നടക്കൂ മോളെ? നടക്കും. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. ആള് കൂടിയെന്നറിഞ്ഞാ അവൻ വന്നില്ലെങ്കിലോ? ഏയ്, ആവക പേടിയൊന്നുള്ള കള്ളനല്ല ഭൂതം. നാട്ടുകാര് മുഴുവൻ കാവൽ നിന്നിട്ടും അന്നും വന്ന് കട്ടവനാവൻ. ചില നേരത്ത് തോന്നും അവൻ കാറ്റിനെ പോലെയാണെന്ന്. വരുന്നതും പോകുന്നതും ഒന്നും ആരും ഒന്നും അറിയാറില്ല. നാട്ടുകാരൻ നിന്നതുപോലെ ആവില്ല ഞങ്ങള് കാവല് നിന്നാൽ. ബാലാമണിയെ കുറിച്ച് കേട്ടിരിക്കുമല്ലോ. ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയാ. എനിക്കറിയാം, അതുകൊണ്ടാ സങ്കടം വന്ന് ഞാൻ മോളോട് പറഞ്ഞത്. കള്ളനകത്താവണമെന്നൊന്നും എനിക്കില്ല. എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കരുത്. പാവങ്ങളുടെ പണ്ടവും പണവും പോകരുത്. ഇന്നത്തെ രാത്രി മോഷണത്തിലെ അവന്റെ അവസാനത്തെ രാത്രിയാ. ഇന്നത്തോടെ അവൻ പിടിയിലാവും. സന്തോഷം. നിങ്ങളിരിക്കെ, ഞാൻ കട്ടൻ കാപ്പി എടുക്കാം. മോളെ, ലക്ഷണം കണ്ടിട്ട്
ആ ഭാഗത്തൂടെ വരാനാ സാധ്യത. ഇവിടെയാണല്ലോ ആടുകളെ കെട്ടിയിരിക്കുന്നത്. ഒച്ചയില്ലാതെ വന്ന് ആടിനെ പിടിച്ച് അതുവഴി പോകാനാ സാധ്യത. അപ്പോ നമ്മൾ ഈ ഭാഗത്തിരിക്കണം, എങ്കിലേ കാണൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ഭൂതം കാണരുത് ഒരു കാരണവശാലും. നമ്മൾ ഇവിടെ ഉണ്ടെന്ന മണം കിട്ടിയാ മതി, പിന്നെ ഒരിക്കലും അവൻ ഈ വഴി കൂടെ വരില്ല. അത് ശരിയാ. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അയാളെ കാണാനും പാടില്ല, ഭൂതത്തെ നമ്മളോട്ട് കാണാൻ അതെ. ദേ ആ ഭാഗത്തിരുന്നാ ഇത് രണ്ടും നടക്കും. ദാ കാപ്പി. ആ, ദാ മോളെ, തടിയോ മറ്റോ വേണോ? ആ വേണ്ടി വന്നേക്കും. അവൻ ആക്രമിച്ച പ്രതിരോധിക്കാൻ ഒരു ആയുധം വേണമല്ലോ. നിങ്ങൾക്കൊന്നും പറ്റരുത്, എനിക്ക് അത്രേ ഉള്ളൂ. ഒന്നും പറ്റില്ല, അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. അനൂപ് എന്താ ഈ നേരത്ത്? കേശവേട്ടൻ വിളിച്ച് വരാൻ പറഞ്ഞു. ഓ, ആ ഭൂതത്തെ പിടിക്കാനായിരിക്കും. ഭൂതോ? ഇവിടെയോ? ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അത് ഭൂതം തന്നെയാണെന്ന് ഉറപ്പില്ല, പക്ഷെ ആണെന്ന് പറഞ്ഞ് പോയിരിക്കുക ബാലയും കേശവേട്ടനും. ശേ, എന്തിനാ അവരെ തനിച്ചു വിട്ടത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ കുഴപ്പക്കാരനാണ് ഭൂതമെന്ന്. അവർ രണ്ടുപേരും മാത്രം വിചാരിച്ച ഭൂതത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വന്നിട്ട് പോയാ മതിയായിരുന്നു. മതിയായിരുന്നു. അവരെങ്ങോട്ടാ പോയത്? ആട് വളർത്തുന്ന ഒരു സ്ത്രീ, അവരുടെ വീട്ടിലിപ്പോ ഭൂതത്തിന്റെ വിളയാടല്, അങ്ങോട്ടാ പോയത്. എന്നാ പിന്നെ ഞാനും ചെല്ലട്ടെ. ഭൂതം എങ്ങാനും അവിടെ വന്നാ കൈയോടെ പിടിച്ചിട്ട് ഞങ്ങൾ വരൂ. ഭൂതത്തെ പിടിച്ചാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. നമുക്ക് ആവശ്യം ആ വിഗ്രഹം, അത് കിട്ടണം. ചോദിച്ചാ അവൻ അത് എടുത്തു തരാനൊന്നും പോകുന്നില്ല. ചില പ്രയോഗങ്ങളൊക്കെ വേണ്ടി വരും. എന്റെ അത്ഭുതം അതല്ല, അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളതാ. സാധാരണ ഇങ്ങനെ പതിവില്ലാത്തതാ. ഒന്നോ രണ്ടോ മോഷണങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ സ്ഥലം വിടും. അതാണ് പതിവ്. ഇവിടുന്ന് പോയാ അയാൾ എങ്ങനെ നമ്മുടെ പിടിയിൽ വീഴും? നമുക്ക് വേണ്ടിയാ ഭൂതം ഈ നാട്ടിൽ തന്നെ ചുറ്റിത്തിരിയുന്നത്. എല്ലാം ഭഗവാൻ തോന്നിപ്പിക്കുന്നതാവും. അത് ശരിയാ. എന്നാലല്ലേ നമുക്ക് വിഗ്രഹം കിട്ടുള്ളൂ. എന്നാ പിന്നെ വന്നിട്ട് കാണാം. കിടന്നോളൂ. സൂക്ഷിക്കണം. പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി. ഞാൻ തന്നെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ പോവാ. അതിന് പ്രത്യുപകാരമായിട്ട് താൻ എനിക്ക് എന്ത് തരും? എന്ത് തരണോ? കുറച്ച് കാശ് തരണം. ആദ്യം തനിക്ക് പറയാനുള്ള പറ, എന്നിട്ടല്ലേ സമ്മാനം തീരുമാനിക്കാം. ഇന്ന് രാത്രിയോടുകൂടി തന്നെ അവര് പൊക്കും. ആര്? ബാലാമണിയും കേശവൻ നായരും. കൂടെ അനൂപ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവരാ വീട്ടിലുണ്ട്. താൻ സ്ഥിരം ആടുമോഷണം നടത്തുന്ന വീടില്ലേ, അവിടെ. ഓഹോ, അപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ? അതെ. തനിക്കെതിരെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് ഞാൻ കണക്കുകൂട്ടി. എന്റെ ഊഹം തെറ്റിയില്ല. വീടിന് മുന്നിൽ മറഞ്ഞു നിന്ന് അവരുടെ സകല പദ്ധതികളും ഞാൻ മനസ്സിലാക്കി. ഇനി താൻ ഒരു കാരണവശാലും ഇന്ന് പുറത്തിറങ്ങരുത്. എടോ കുമ്പിടി, എന്റെ ഒരു രീതി എന്താണെന്നറിയോ? എനക്കൊരു വെല്ലുവിളി ഉണ്ടെന്ന് തോന്നിയാലേ ഹരം ഉണ്ടാവൂ, ഒരു ഉസാറുണ്ടാവുള്ളൂ. താനിപ്പോ പറഞ്ഞില്ലേ എല്ലാരും കൂടെ എന്നെ പിടിക്കാൻ നിൽക്കുകയാണെന്ന്? അത് എനക്കൊരു വെല്ലുവിളിയാ. ഈ അനൂപെന്ന സാധനത്തെ താൻ കണ്ടിട്ടില്ലല്ലോ. ഒരു 6-6.5 അടി പൊക്കം വരുന്ന ആജാനുബാഹുവ. അയാൾ അറിഞ്ഞൊന്ന് ആഞ്ഞടിച്ചാലേ ഭൂതം പ്രേതമാവും. എന്നാലേ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഇന്ന് ഞാൻ ആടിനെ മോഷ്ടിക്കുന്നില്ല. അതാ നല്ലത്. പകരം ബാലാമണിയെ ഭൂതമേ, വെറുതെ വിടിവായിത്തം പറയല്ലേ. ആ പെണ്ണിനെ തനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. ഞാൻ വിടുവായിത്ര മാത്രമല്ല, വെറും വാക്കും പറയില്ല. പൊക്കോന്ന് പറഞ്ഞാ പൊക്കും. എന്നുവെച്ചാ ആട് മോഷ്ടിക്കാൻ ചെല്ലുന്ന എന്നെ പിടിക്കാൻ നിൽക്കുന്ന അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ബാലാമണിയെ ഒരു പൂ പറിക്കുന്നത് പോലെ പറിച്ചുകൊണ്ട് വരുമെന്ന് സുർക്കം. അതൊന്നും നടക്കില്ല, അതൊക്കെ അപകടാ. അത് തനിക്ക്, എനക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ എനിക്ക് തന്റെ ഒരു സഹായം വേണം. ആ അനൂപില്ലേ, അവനെ എങ്ങനെയെങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒളിവാക്കി തരണം. അതിപ്പോ അനൂപ് അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അത് നന്നായി. അവർ ഒരിക്കലും ഇന്ന് രാത്രി കണ്ടുമുട്ടരുത്. ഇനി കണ്ടുമുട്ടിയാൽ തന്നെ 3-4 മണിക്കൂറിന് ശേഷമായിരിക്കണം. തനിക്ക് അങ്ങനൊരു ഉപകാരം ചെയ്തു തരാൻ പറ്റുമോ?
വെറുതെ വേണ്ട, കാശ് തരാം. ശരി, അനൂപിനെ ഒഴിവാക്കി തരാം. എന്നാ ബാലാമണിയെ ഒളിവാക്കി തരുന്ന കാര്യം നാനും കേട്ടു. എങ്ങോട്ടാണാവോ രാത്രിയില്? ഒരു സ്ഥലം വരെ പോണം. പൂതത്തെ അന്വേഷിച്ചിറങ്ങിയതല്ലേ? നിനക്കെങ്ങനെ മനസ്സിലായി? പൂതത്തെ പിടിക്കാൻ കേശവൻ നായരും ബാലാമണിയും ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ആടുകൾ സ്ഥിരമായിട്ട് മോഷണം പോണ വീടേ, അതും എനിക്കറിയാം. ഓ, അപ്പൊ നിനക്കെല്ലാം അറിയാം. എല്ലാം അറിയാമോന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം അറിയാം, പൂത എവിടെയുണ്ടെന്നുള്ള സത്യം. എങ്കി പറ, അവൻ എവിടെയുണ്ട്? പൂതോ ഞാനും തമ്മിൽ ഉടക്കില്ല. ആ വിഗ്രഹം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ജോലി അവനെ ഏൽപ്പിച്ചത് ഞാനാ. അരുന്ധതിക്ക് പൂതത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തതും ഞാനാ. പക്ഷേ അവൻ എന്നോട് ചെയ്തതോ ചതി, കൊടും ചതി. കിട്ടുന്ന പ്രതിഫലത്തില് പകുതി എനിക്ക് തരാമെന്നേറ്റിരുന്നു, തന്നില്ല. ഞാനത് മറക്കുവോ? പറ്റിയൊരവസരം വന്നാലേ അതിനുള്ള തിരിച്ചടി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാ അനൂപ് സാറ് മുന്നിൽ വന്ന് പെട്ടത്. എടാ, നീ അവന്റെ സ്ഥലം കാണിച്ചു തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. മുമ്പിൽ കിട്ടിയാലും അത്ര പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല. സകല അഭ്യാസങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുന്നവനാ. മതിലിന്റെ മുകളിൽ കൂടിയൊക്കെ കുതിര ഓടുന്ന പോലെയാ ഓടുന്നത്. കുമ്പിടി, അതൊക്കെ എനിക്ക് വിട്ടേക്ക്. ഒരു വാക്ക് എനിക്ക് തരണം. സ്ഥലം ആര് കാണിച്ചു തന്നോന്ന് മാത്രം അവനോട് പറയരുത്. പക മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നവനാ അവൻ. തരം കിട്ടുമ്പോ അവൻ എന്നെ ഉപദ്രവിക്കും. ഇല്ല, അവനോട് ഞാൻ ഒന്നും പറയില്ല. എന്നാ വാ, ഞാൻ കാണിച്ചുതരാം. ചേച്ചി വേണമെങ്കിൽ പോയി കിടന്നു, ഞങ്ങള് കാവലിരുന്നോളൂ. അത് വേണ്ട, ഞാനും ഇവിടെ ഇരിക്കാം. വന്നാ ഇന്ന് അവനെ നമ്മൾ പിടിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതെ, പിടിക്കാൻ പറ്റിയാ മതിയായിരുന്നു. പിടിക്കും. നിങ്ങൾ കണ്ടോ, ഇത്തവണ അവൻ വലയിൽ വീണിരിക്കും. ആരോ കല്ലെറിഞ്ഞല്ലോ. ആരാണ് അത്? ആരാണ്? ഇവരെവിടെ പോയി? ബാലാമണി, മോളെവിടെ പോയി? മോളെ, മോളെ, ബാലേ. മോളെ, അവിടെയാ പൂതം താമസിക്കാറ്. ഈ വെളിമ്പ്രദേശത്തോ? അതെ, അതാ അവന്റെ ഒരു രീതി. അതാവുമ്പോ ആര് വന്നാലും കാണാമല്ലോ, രക്ഷപ്പെടുകയും ചെയ്യാം. നീ എന്നെ പറ്റിക്കായിരുന്നല്ലടാ? പറ്റിച്ചതല്ല, അതാ സ്ഥലം. മോനെ കുമ്പിടി, ഈ സ്ഥലം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലം തന്നെയാ. ഇവിടെ തന്നെ നിനക്ക് എന്നെ എത്തിക്കാൻ തോന്നിയത് ദൈവത്തിന്റെ കളിയാ. പറയടാ, പൂത എവിടെയുണ്ട്? എന്നെ ഒന്നും ചെയ്യരുത്, എനിക്കറിയില്ല. പിന്നെ എന്തിനാടാ അറിയാവുന്ന നീ നുണ പറഞ്ഞത്? പറയടാ, എന്തിനാ നുണ പറഞ്ഞത്? വഴിതെറ്റിക്കാനാ. അനൂപ് സാർ ഒരിക്കലും നായരും ബാലാമണിയും പോയ ആ സ്ത്രീയുടെ വീട്ടിലെത്താതിരിക്കാനാ. അത് ശരി, അപ്പൊ അതിനു വേണ്ടിട്ടായിരുന്നല്ലേ? തല്ലരുത്. അയ്യോ, ഭൂതം തന്നെ പറഞ്ഞിട്ടാ ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്. പറയടാ, എന്താ അവന്റെ പരിപാടി? അറിയില്ല. നിനക്കറിയാം. പറഞ്ഞില്ലെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. പറയാം, കഴുത്തൊന്ന് പിടിവിടെ. പറ. ആ
ആടുകൾ മോഷണം പോണ വീട്ടിലെ പൂത ഇന്ന് ചെല്ലും. എന്നിട്ട് ചെന്നിട്ട് പതുങ്ങി ബാലാമണിക്ക് കഷ്ടകാല. പൂതത്തെ പിടിക്കാൻ ചെന്ന അവള് പൂതത്തിന്റെ കൈ കൊണ്ട് തന്നെ ചാവും. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ. ഇതുകൊണ്ടോ ഞാൻ പറഞ്ഞത് വേണ്ട വേണ്ടെന്ന്? ആരും കേട്ടില്ലല്ലോ. ഇപ്പൊ എന്തായി? എന്റെ മോൾ എവിടെ പോയി? കരയല്ല ജാനകി, ബാലാമണിക്കൊന്നും സംഭവിക്കില്ല. ഇത് തന്നെയാ കള്ളനെ പിടിക്കാൻ പോകുമ്പോഴും കേശവേട്ടൻ പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. ആ കള്ളൻ എന്റെ മോളെ ഉപദ്രവിക്കുമല്ലോ ചെയ്യോ ഈശ്വര. എന്താ ജാനകി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതിലും വലിയ വെല്ലുവിളികൾ നേരിട്ടവരല്ലേ നമ്മള്. ഭൂതത്തിന് മോളെ തൊടാൻ പോലും പറ്റില്ല. അവളെ ഭഗവാൻ കാത്തോളൂ. എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയേണ്ട വാരസിരമ്മ. അതുകൊണ്ടൊന്നും എന്റെ മനസ്സ് തണുക്കാനും പോകുന്നില്ല. എനിക്കൊരു സമാധാനമില്ലല്ലോ ഈശ്വര. ബാലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്ത് സംഭവിക്കാൻ? ഇത് കൂടുതൽ ഇനി എന്താ സംഭവിക്കാനുള്ളത്? ഞാൻ കരുതി നിങ്ങൾ എന്നെ കൂടെ ഭൂതത്തിനെ പിടിക്കുന്നല്ലേ. തെറ്റാണ്, എന്റെ തെറ്റാണ്. ആ ബഹളത്തിനിടയ്ക്ക് എനിക്ക് ബാലാമണിയെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലല്ലോ ഭൂതം അവളെയും കൊണ്ട് പോകുമെന്ന്. അയാൾ എങ്ങോട്ടായിരിക്കും പോയി കാണുക? ഒന്നുറപ്പാ, ഈ ദേശം വിട്ടു പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പിടിക്കാൻ എളുപ്പമാ. എങ്ങനെ പിടിക്കുന്ന കേശവേട്ടൻ പറയുന്നത്? കൺമുന്നിൽ വന്ന ആളെ പിടിക്കാൻ പറ്റിയില്ല, പിന്നെയല്ലേ ഒളിവിൽ പോയ ആളെ പിടിക്കാൻ പോകുന്നത്? നാട്ടുകാർ മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്. എവിടെ പോയി വിളിച്ചാലും ഇന്ന് ഭൂതത്തെ പിടിച്ചിരിക്കും. പിടിക്കണം. എന്റെ മോളെ ഒരു പോറല് പോലും ഏക്കാതെ എനിക്ക് തിരിച്ചു വേണം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഈ നാട്ടില് നമ്മൾ വന്നത് എന്തിനാ? പ്രതിഷ്ഠ നടത്താനല്ലേ. പ്രതിഷ്ഠ നടത്തിയിട്ടേ നമ്മൾ തിരിച്ചു പോകുന്ന കിഷൻ തന്നെ പലവട്ടം പറഞ്ഞതല്ലേ. നമ്മുടെ ഇതുവരെയുള്ള അനുഭവവും അത് തന്നെയല്ലേ? ശരിയല്ലേ? അതെ, നമ്മൾ ഇവിടെ കാല് കുത്തിയപ്പോഴുള്ള സ്ഥിതിയാണോ ഇപ്പോ? വരുമ്പോൾ ഈ നാട്ടുകാർ മുഴുവൻ നമ്മുടെ ശത്രുക്കളായിരുന്നു. ഇപ്പോഴോ? ആ മാറ്റം ആരാ ഉണ്ടാക്കിയത്? ബാലാമണി. ബാലാമണിയെ ഈ കണ്ട അത്ഭുതങ്ങൾ മുഴുവൻ കാണിക്കാൻ സഹായിച്ചത് ആരാ? കിഷൻ. ആ കിഷൻ ബാലാമണിയെ ഭൂതം തട്ടിക്കൊണ്ടുപോയി എന്നറിയുമ്പോ മിണ്ടാതെ കൈയും കെട്ടി നിൽക്കുമെന്ന് ജാനകി വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ബാലാമണിയെ കിഷൻ ഭൂതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കും. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഭഗവാന്റെ ലീലയാണെന്നാ. ഭഗവാൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ബാലയും കൊണ്ട് ഭൂതം പോവില്ല. എനിക്ക് നിങ്ങൾ പറയുന്ന മനസ്സിലാവാഞ്ഞിട്ടല്ല. കൃഷ്ണനെ ഗുരുവായൂരപ്പനെ വിശ്വാസമുണ്ട്. പക്ഷെ എന്റെ സങ്കടങ്ങളെ എനിക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. മോൾ ഒരു അമ്മയാണെന്ന സത്യം മറന്നിട്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. എല്ലാം ശരിയാവൂന്ന് പറയുന്നത് മുൻ അനുഭവങ്ങൾ വെച്ചിട്ടാ. അനന്തം കാടിനെയും വേതാളത്തെയും ജയിച്ചവൾക്ക് ഭൂതത്തെയും ജയിക്കാൻ പറ്റും. അവളും ജയിച്ചിരിക്കും. അതെ, അത് തന്നെയാ എന്റെയും വിശ്വാസം. ഭൂതത്തെ വീഴ്ത്തി ബാലാമണി തിരിച്ചു വരും. അങ്ങനെ ആ ശല്യം തീർന്നു. ഹോ, എന്തൊക്കെയായിരുന്നു! ഗുരുവായൂരപ്പന്റെ സകല അനുഗ്രഹവും കിട്ടിയ കുട്ടിയാണെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് എന്തായി? നിസ്സാരമായൊരു ഭൂതം അവളെയും കൊണ്ടങ്ങ് പോയി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയാ പോലീസ് അന്വേഷിക്കില്ല ചേച്ചി? അന്വേഷിക്കും. അതുകൊണ്ടെന്താ പ്രയോജനം? കിട്ടണ്ടേ? ഭൂതമാ ആള്. ഇവിടെ മുങ്ങിയ പൊങ്ങുന്നത് എവിടെയാണെന്ന് ഭൂതത്തിന് മാത്രമേ അറിയൂ. എന്നാൽ ഇത് വേണ്ടായിരുന്നു. ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കുമ്പോ ഭൂതം കാണിച്ചത് മണ്ടത്തരൊന്ന് ഞാൻ പറയൂ. അതെന്താ? അത് പിന്നെ ആ കൊച്ചിന്റെ ശക്തി നമ്മൾ അനുഭവിച്ചതല്ലേ. അവളെ രക്ഷിക്കാൻ പലരും രംഗത്ത് ഇറങ്ങും ചേച്ചി. അപ്പം കള്ളം പിടിയിലാവും. നിനക്ക് വിവരമുണ്ട്, പക്ഷേ ഇവക്കതില്ല. എന്റെ അരുന്ധതി ഭൂത എന്നേക്കുമായി തീരാൻ പോവുക. അതിന്റെയാ അവൻ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. നമ്മുടെ മോനെ പാമ്പ് കൊത്തിയപ്പോ രക്ഷിച്ചവളാ ബാലാമണി. ഈ നാട്ടിലെ എത്രയോ പേരുടെ സങ്കടങ്ങൾ അവള് മാറ്റി. അങ്ങനെയുള്ള ബാലാമണിയെ ഭൂതം കൊണ്ടുപോയെങ്കിൽ അതവന്റെ നാശത്തിനാ. ശരിയായിരിക്കും അമ്മേ. ആ, ഭൂതം അധികം വൈകാതെ വലയിലാവും. ഓ, പിന്നെ മീനല്ലേ വലയിലാവാൻ.
അവൾക്ക് നിങ്ങൾ പറയുന്ന ശക്തികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയാണോടാ സംഭവിക്കാൻ പോകുന്നത്? അവള് മാത്രമല്ലല്ലോ, ആ കേശവ നായർ ഉണ്ടായിരുന്നല്ലോ അവളുടെ കൂടെ. വല്ലതും ചെയ്യാൻ പറ്റിയോ? അല്ലെങ്കിൽ ഞാനെന്തിനാ കൂടുതൽ പറയുന്നത്? കാണാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയണം. ആ അത് തന്നെ, അത് കാണാൻ തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. ഏതായാലും ഒന്നുറപ്പാ, രണ്ടിലൊന്ന് ഇതോടെ തീരുമാനിക്കപ്പെടും. ഒന്നുകിൽ ബാലാമണി അല്ലെങ്കിൽ ഭൂതം. രണ്ടാമത് പറഞ്ഞതിനാ സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഭൂതം വീണു എന്നുള്ള വാർത്ത കേൾക്കാൻ ഒരുങ്ങിയിരുന്നോ നീ? ആ പിന്നെ വേറൊരു കാര്യം, അവനൊരു കള്ളനായതുകൊണ്ട് അവരവനെ പോലീസിൽ ഏൽപ്പിക്കും. വിഗ്രഹം കെട്ടത് നീ പറഞ്ഞിട്ടാണെന്നെങ്ങാനും ഭൂതം പോലീസിനോട് പറഞ്ഞാൽ നീയും പ്രതിയാ. നാട്ടുകാര് പിന്നെ നിന്നെ വെറുതെ വെച്ചേക്കല. അവൻ എനിക്കെതിരെ ഒന്നും പറയത്തില്ല. അവൻ വിശ്വസ്തനാ. പിന്നെ അവൻ പിടിയിലാവുന്ന കാര്യം ആദ്യം പിടിയിലാവട്ടെ, എന്നിട്ടല്ലേ ബാക്കി. അവനെ പിടിക്കാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല നിങ്ങളുടെ ഈ ബാലാമണി. അല്ലെങ്കിൽ കണ്ടോ? അച്ഛ, ആര് പറയണതാവും ശരിയാവാൻ പോകുന്നത്? അച്ഛൻ പറയുന്നതോ അമ്മ പറയുന്നതോ? സംശയം എന്താടാ? അച്ഛൻ പറയുന്നത് തന്നെ. ഭൂതം ഇത്തവണ വീഴും പണ്ണി. അതെ, അത് തന്നെ എന്റെയും തോന്നല്. ഭൂതം വീഴും.